போலாம்ல. இந்த சாயங்கால டைம்ல தானே யானெல்லாம் இருக்கும் அதிகமா? 4 மணிக்குள்ள ரிட்டர்ன் வந்துடணுமா? അയ്യോ, കാല് കുത്തിയിട്ടൊക്കെ ഞാൻ തിരിക്കുന്നത്. കാലിന്റെ സപ്പോർട്ട് ഒന്നാമത് പേടിച്ചിട്ടാണ്. ഓ, നമ്മൾ താഴേക്ക് പോകണം കേട്ടോ. ആ താഴെ കണ്ടോ റോഡ്? ഇവിടെ നിന്നൊക്കെ കാടാണ്. നമ്മൾ കുറച്ച് സൂക്ഷിച്ച് വേണം പോവാൻ. ഇറക്കം നോക്കിയിട്ട് വേറെ വല്ലവന്മാരും വഴിയിൽ നിൽക്കണ്ടോ എന്നുള്ളത് നോക്കാൻ മറക്കരുത്. ഇങ്ങനെ വളവ് തിരിയുമ്പൊക്കെ നിന്ന് ഞാൻ കഴിഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല, വണ്ടി തിരിക്കാൻ പോലും പറ്റില്ല. അയ്യോ, എത്ര ദൂരം പോകുന്നറിയില്ല. இப்படி படுத்து தூங்குறீங்களா? யானை வராதா? யானை வருமா? ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് ഞാൻ ആനപ്പള്ളം എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ് നമ്മളൊന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് കുന്നൂര് ആ ചുരത്തിൻ്റെ മുകളിലുള്ള കാട്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ നിന്ന് പില്ലൂർമട്ടം എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റിലൂടെ യാത്ര ചെയ്ത് അവിടുന്ന് പിന്നെ നമ്മൾ ഈ ആനപ്പള്ളം എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ് പോകാൻ പോകുന്നത്. ഇതൊരു റിമോട്ട് ഏരിയ എന്ന് മാത്രമല്ല, ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ് നമ്മൾ മറ്റുള്ള വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ സ്ഥലത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ആനപ്പള്ളം എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഞാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ഇതിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും അടുത്ത് പറഞ്ഞത് അങ്ങോട്ട് തനിച്ചു പോകരുത്, ഒരാളെ തുണക്ക് കൂട്ടിയിട്ട് വേണം അങ്ങോട്ട് പോകാനെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരാളും ഒന്നും സെറ്റായൊന്നുമില്ല. അപ്പം ഞാൻ ഏതായാലും ഇന്നത്തെ യാത്രയിൽ നമ്മൾ ഈ ആനപ്പള്ളം എന്ന സ്ഥലത്തൊന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഏകദേശം 100 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ കുന്നൂര് കഴിഞ്ഞ് ഈ കാട്ടേരി പറഞ്ഞ സ്ഥലത്ത് വന്നെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരു 10-15 കിലോമീറ്ററിനുള്ളിൽ പില്ലൂർമട്ടം എന്ന് പറഞ്ഞ എസ്റ്റേറ്റിനുള്ളിലേക്ക് യാത്ര ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ആനപ്പള്ളം എന്ന് പറഞ്ഞ റൂട്ടിലേക്കുള്ള വഴി സ്റ്റാർട്ട് ആവുന്നത്. വഴി എന്ന് പറഞ്ഞത് ഏറ്റവും അപകടം പിടിച്ചൊരു വഴി എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല ചെങ്കുത്തായിട്ടുള്ളൊരു ഇറക്കാണ്, പിന്നെ ഒരുപാട് വന്യമൃഗങ്ങളുള്ള സ്ഥലം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പം വളരെ കുറച്ച് അതായത് ജനവാസമില്ലാത്ത സ്ഥലമാണ്. വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രം ജീവിക്കുന്നത്. അത് ഗോത്ര വിഭാഗക്കാരാണ്, ഇരുളാസ് ഗോത്ര വിഭാഗക്കാർ താമസിക്കുന്ന ചെറിയൊരു വില്ലേജിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഞാൻ ഇന്ന് നോമ്പ്, 1ാമത്തെ നോമ്പാണ്. അപ്പൊ ഇനിയും വൈകി കഴിഞ്ഞാൽ നോമ്പ് നമുക്ക് ക്ഷീണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ യാത്ര ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഫസ്റ്റ് നോമ്പായതുകൊണ്ട് ആ പഴയ എനർജിയിൽ അങ്ങനെ പോവാണ്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ പുറപ്പെടാൻ ബൈക്കൊക്കെ സെറ്റായിട്ട് ഇവിടെ നിൽക്കുക. ഞാൻ രാവിലെ പുറപ്പെട്ട് വന്ന് ഉച്ച സമയമായി ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അങ്ങോട്ട് ഇനി തുടങ്ങാം. പില്ലൂർമട്ടം കഴിഞ്ഞ് ആനപ്പള്ളം, അങ്ങനെ നമുക്ക് ആ സ്ഥലത്തേക്ക് ഒന്ന് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പുറപ്പെടാം. നമ്മൾ പില്ലൂർമട്ടം എസ്റ്റേറ്റ് മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. പില്ലൂർമട്ടം വരെയുള്ള കാണിക്കുന്നുള്ളൂ, മറ്റേത് മാപ്പിൽ കാണിക്കുന്നില്ല ഈ ആനപ്പള്ളം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ നേരെ പില്ലൂർമട്ടം വരെയുള്ള മാപ്പ് ഇട്ടിട്ട് നമ്മൾ പോണത്. ഈ വഴിക്കാണ് പോകേണ്ടത്. എസ്റ്റേറ്റ് കടന്നാണ് പോകുന്നത്. ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ കാഴ്ചകളൊന്നുമില്ല, എസ്റ്റേറ്റിന്റെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. നോൺ ടച്ച് 5 കിലോമീറ്റർ വെൻകം കുന്താ റോഡാണ് കേട്ടോ. നമ്മള് ഈ റോഡിൽ കൂടെ ഇറങ്ങി. സമയം ഏകദേശം ഉച്ചയ്ക്ക് 1 മണി സമയമാണ്. നല്ല വെയിലാണ്. നല്ല റോഡാണ് ഇവിടെ നിന്നൊക്കെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ പില്ലൂർമട്ടം വരെ നല്ല റോഡായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും ഒന്നും അറിയില്ല, പോയി നോക്കാം. നല്ല ഇറക്കം പ്ലവൊക്കെയാണ്. അവിടെ ഒരു അമ്പലം കൊണ്ടിടും. എസ്റ്റേറ്റ് ആണെങ്കിലും ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല കേട്ടോ. നല്ല ലാൻഡ്സ്കേപ്പാണ്, നല്ല നീറ്റായിട്ടുള്ള സ്ഥലമൊക്കെ. റോഡൊക്കെ ഭയങ്കര വൃത്തിയാണ്. ഇത് ഏത് എസ്റ്റേറ്റ് ആണെന്നുള്ളത്
എനിക്കറിയില്ല. പില്ലൂർ മട്ടം എസ്റ്റേറ്റ് ഇവിടുന്ന് 10 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അതിൽ പെട്ട തന്നെയാണത് എന്നുള്ളത് അറിയില്ല. അടിപൊളി സ്ഥലം, നല്ല ലാൻഡ്സ്കേപ്പാണ് മൊത്തത്തില്. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ. ലെഫ്റ്റ് കയറി കയറ്റം കയറി പോകണം. എനിക്ക് തോന്നുന്നു സിംഗിൾ റോഡ് തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. മാപ്പിന്റെ ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല. നേരിട്ട് അങ്ങ് നേരെ പില്ലൂർ മട്ടം പോകുന്ന റോഡാണെന്നാണ് തോന്നുന്നത്. ഇത് നാൻസച്ച് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നാൻസച്ച് എസ്റ്റേറ്റ്. നല്ല തേയിലത്തോട്ടങ്ങൾക്ക് വളരെ ഭംഗിയാണ് ഇവിടുത്തെ. നമ്മൾ തേയിലത്തോട്ടം ഒരുപാട് കണ്ടിട്ടുള്ള തേയിലത്തോട്ടത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷെ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഒന്ന് നിർത്തി നോക്കാൻ തോന്നി. ഇതുപോലെ തന്നെ കേട്ടോ നമ്മൾ വരുന്ന റൂട്ടിലൊക്കെ ഇത് കാണിച്ച തേയിലത്തോട്ടം വേണമെങ്കിൽ കാണാൻ ഇതുവഴിക്ക് വരാം. അടിപൊളി റൂട്ടാണ്, കണ്ടില്ലേ? ഞാനൊന്ന് നിർത്തിയതാണ്. ഈ നാൻസച്ച് എന്നുള്ള സ്ഥലമാണത്. ഏകദേശം നമ്മൾ പില്ലൂർ മട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇരുട്ടാണല്ലോ, തണുപ്പുണ്ട് നല്ല. പക്ഷെ ആ ഭാഗത്തേക്ക് കാണുന്ന അങ്ങോട്ട് ഇവിടുന്ന് വെച്ച് അവസാനിക്കുകയാണ് എസ്റ്റേറ്റ്. ഇവിടെ പില്ലൂർ മട്ടം എത്തിക്കഴിഞ്ഞാൽ അവസാനിക്കുക. ഏകദേശം ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്ററിന് അടുത്തും കൂടെ ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ ഈ സ്ഥലം അവസാനിക്കും. ബസ്സൊക്കെ ഇതുവരെ വരുള്ളൂ. ഇന്നത്തെ ഇവിടെ ചെറിയൊരു എസ്റ്റേറ്റ് ലൈൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. സ്ഥലത്തിനൊക്കെ ചെറിയ ചെറിയ പേരുകളുണ്ട്. പക്ഷെ പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇട്ട പേരല്ല, ഇംഗ്ലീഷ് പേരുകളായി, ഇംഗ്ലീഷ് നെയിമുകളാണ് കൂടുതലായിട്ടുള്ളത്. ഈ ആനപ്പള്ളം എന്ന് പറഞ്ഞത് മാത്രം ശരിക്കും നാടൻ പേരാണ്. കാരണം അവിടെ ആന, അതുപോലെ ആന ഉള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ആനപ്പള്ളം എന്ന് പറഞ്ഞത്. പള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വാലീസ് ഇതൊക്കെ പറയുമല്ലോ, താഴ്വാരം എന്നൊക്കെ പറയുമല്ലോ, വാലീസ്, അങ്ങനത്തെ ഒരു മീനിങ് ആണ് അതിന് വരിക. അപ്പോൾ ആനകളുടെ താഴ്വാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കുണ്ടാകും ലോറി വരുന്നുണ്ട്. ചെറിയ നാരോ റോഡാണ്, സൂക്ഷിച്ചു പോകണം. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിയാ പോകുന്നേ. പിന്നെ അതിഭയാനകരമായ ഇറക്കാണെന്നാ പറഞ്ഞത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അതും ഫുൾ ഫോറസ്റ്റ്. ഹെയർപിൻ ബെൻഡുകൾ തന്നെ എല്ലാ സ്ഥലത്തും. നമ്മള് പില്ലൂർ മട്ടം എൻഡ് പോയിന്റിലേക്ക് എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ ജേർണി ശരിക്കും സ്റ്റാർട്ട് ആവുന്നത്. ഇതാണ് പില്ലൂർ മട്ടം എന്ന് പറഞ്ഞ സ്ഥലം. പില്ലൂർ മട്ടം എസ്റ്റേറ്റ് ആണ്. ഇവിടുന്ന് നേരെ ആനപ്പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകണം. ഓക്കെ, ഇത് പില്ലൂർ മട്ടം. പില്ലൂർ മട്ടം ചോദിച്ചന്വേഷിച്ചിട്ട് പോകാമായിരിക്കും നല്ലത്. ടാർ റോഡിങ് എതുവരെ ഉണ്ടെന്ന് അറിയില്ലല്ലോ. പോളല്ലേ? ആ, ഇത് സായങ്കാല ടൈമിൽ തന്നെയാണ് എല്ലാവർക്കും അധികമാ. 4 மணிக்குள்ள ரிட்டர்ன் வந்துடணுமா? வந்துடலாம்ல. ശരിക്കാ, താങ്ക്സ്. പോയിട്ട് വരാം. ഞാൻ അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു ഈ റോഡ് നേരെ പോണത് ആനപ്പള്ളം തന്നെയാണ്, നോക്കി പോകണം എന്നാണ്. കാരണം ആനിമൽസ് ഒക്കെ ഒരു ഉച്ച സമയത്തൊക്കെ അധികം വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്യാറുണ്ട് ഈ സ്ഥലത്തൂടെ. പിന്നെ
നോക്കി പോണ റോഡ് വളരെ ശ്രദ്ധിച്ചു പോകണം എന്ന് പറഞ്ഞു. അധികം ദൂരമൊന്നുമില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഭയങ്കര ഒരു ടാസ്ക് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാർ അധികം പോവാത്ത സ്ഥലമാണ്, അതുകൊണ്ട് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞ ഒരു ഉറപ്പിൽ നമ്മൾ പോവാണ്. ഓക്കെ, ഇത് അപകടം നിറഞ്ഞ റൂട്ടാണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ ഏറ്റവും ഭയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആനയും കൂടെ നമുക്ക് കാണാൻ പറ്റി കഴിഞ്ഞാൽ അത്ര അതിന്റെ മുന്നിൽ പോയി പെടാതെ കാണാൻ പറ്റി കഴിഞ്ഞാല് നമുക്ക് എസ്കേപ്പ് ആവാം. പക്ഷെ ഇവിടെ ഈ റൂട്ടിൽ അധികം കരടി ഉണ്ടാവും, അതുപോലെ തന്നെ കാട്ടുപോത്തുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. കാട്ടുപോത്തും കൂടെ ഇല്ല, പക്ഷെ കരടി ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ കരടി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് അത് നേരിട്ട് ഇങ്ങനെ നമ്മളെങ്ങനെ നോക്കും, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് കാണാൻ നമ്മൾ നേർക്ക് അങ്ങ് ഓടി വരും. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടത്. പക്ഷെ ബാക്കിയുള്ളപ്പോൾ പുലി ഒക്കെ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ അങ്ങ് തിരിഞ്ഞു പോകും. പക്ഷെ കരടീനെ ശരിക്കും പേടിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിട്ടോ, നല്ല പീക്കാണ്, താഴേക്ക് ഇറക്കാണ്. പതുക്കെ അങ്ങനെ പോയി നോക്കാം. വളവുകളുണ്ടോ? ഇങ്ങനത്തെ വളവുകളിൽ ബെൻഡിൽ എവിടെയെങ്കിലൊക്കെ നിന്നാലേ നമുക്ക് അറിയാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ആനപ്പള്ളം. പക്ഷെ ഇവിടേക്ക് ഇങ്ങനെയെങ്കിലും റോഡുള്ളത് വലിയ ഉപകാരം കേട്ടോ. അതായത് ഇപ്പൊ കുറച്ച് ദൂരം ടാറിങ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പിന്നെ കോൺക്രീറ്റ് ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് താഴെ കൊക്കയിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോണം. നല്ല കുത്തനെ ഇറക്കാണത്. കുറച്ച് ഇങ്ങനെ ബ്രേക്ക് കൊടുത്ത് പോകാൻ പറ്റും, എൻജിൻ ബ്രേക്കിൽ പോകണം, അതാണ്. പിന്നെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഏത് ഗ്രാമങ്ങളിലേക്കായാലും പിന്നെ ഇത് വരും, എങ്ങനെ നമ്മുടെ ബസ് സർവീസ് ഉണ്ടാവും. പക്ഷെ ഇവിടേക്ക് ബസ് സർവീസ് ഇല്ലാത്തതിന് കാരണം ഈ ഇവിടുത്തെ റോഡിന്റെ ബെൻഡുകളും മറ്റൊക്കെയാണെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ ഗ്രാമവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ്സാവുന്നുണ്ട് കേട്ടോ. ബെൻഡുകളുടെ ഒരു ബഹളാട്ടോ ഇവിടെ. അയ്യോ, കാറൊക്കെ കഷ്ടിച്ച് പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നത്. ബൈക്കായിരിക്കും ബെസ്റ്റ്. ഫുൾ ബെൻഡുകളാണ് ഇവിടെ. ബസ്സൊന്നും തിരിയാൻ പറ്റില്ല എന്തായാലും. അയ്യോ, കാല് കുത്തിയിട്ടൊക്കെ ഞാൻ തിരിക്കുന്നത്, കാലിന്റെ സപ്പോർട്ട്. ഒന്നാമത് പേടിച്ചിട്ടാണ്. നമ്മൾ താഴേക്ക് പോകണം കേട്ടോ. താഴെ കണ്ടോ റോഡ്? ഇവിടെ നിന്നൊക്കെ കാടാണ്, നമ്മൾ കുറച്ച് സൂക്ഷിച്ച് വേണം പോവാൻ. ഞാൻ എന്തായാലും റോഡ് ഫുള്ളായി എടുക്കുകയാണ്. ഗ്രാമത്തിന്റെ നമുക്ക് ലെങ്ത് ആവുകയാണെങ്കിൽ 2 എപ്പിസോഡായിട്ടൊക്കെ കാണാം. കാരണം ഇതുപോലെ ഒരു റൂട്ടിൽ ഇനി നമ്മൾ വരവ് ഇല്ല. ഈ ഒരു സമയത്ത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒറ്റയ്ക്ക് വരാൻ എനിക്ക് ധൈര്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമൊന്നുമില്ല. പിന്നെ നമ്മളൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇവിടുന്ന് ഇതുവരെ ഉണ്ട് വീടുകൾ മീൻസ് ഇവിടെ ഈ സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ബംഗ്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരൊക്കെ ഇങ്ങനെ ഈ കാട്ടിലൊക്കെ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ടോ അതുകൊണ്ടും താഴെ ക്യാമറയിൽ കാണുന്നുണ്ടെന്നറിയാം, എനിക്ക് ഹാൻഡിൽ ബാർമെന്ന് കൈയെടുക്കാൻ വയ്യ. താഴെ അവിടെ അങ്ങനെ പോണ റോഡ് ഇവിടെ നിന്ന് ഇറക്കം തുടങ്ങാൻ തോന്നുന്നു. കാണിച്ചുതരാം. ഇവിടുന്ന് അവിടെ ഒക്കെ കോൺക്രീറ്റ് റോഡാട്ടോ, അതങ്ങനെ പോകുന്നുണ്ടോ, എല്ലാം കോൺക്രീറ്റ് റോഡാണ്. ഇതെന്തോ ഒരു കോട്ടേഴ്സോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. നല്ല ഇറക്കാണ്. ഞാനിപ്പോ എങ്ങനെ തിരിച്ചു കയറും? ഞാൻ ഇതിന്റെ വീഡിയോസ് കണ്ടിരുന്നു, പക്ഷെ വീഡിയോയിൽ അവര് ഇറക്കാണെന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അതിൽ ഇറക്കായിട്ട് തോന്നൂല. പക്ഷെ നേരിട്ട് വരുമ്പോ അതിന്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. നല്ല ഇറക്കം തന്നെയാണ് കേട്ടോ. ഇറക്കം നോക്കിയിട്ട് വേറെ വല്ലവന്മാരും വഴിയിൽ നിൽക്കണ്ടോ എന്നുള്ളത് നോക്കാൻ മറക്കരുത്. ഇങ്ങനെ വളവ് തിരിയുമ്പോ നിന്ന് ഞാൻ കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല, വണ്ടി തിരിക്കാൻ പോലും പറ്റില്ല. അയ്യോ, എത്ര ദൂരം പോകുന്നറിയില്ല. പക്ഷെ നമ്മളെ കൂടെ ആളുണ്ടായാൽ നമുക്ക് ധൈര്യമാണ്. മറ്റേതൊരു പേടി ഇങ്ങനെ മനസ്സിൽ കുടുങ്ങും.
അയ്യോ അടേങ്ങപ്പ, ഇവിടെ നല്ല സീനറി കേട്ടാ. നമ്മളെ കാണുന്ന താഴേക്ക് വേണം പോവാൻ. ഉണ്ട് ഒരുപാട് പോണം തോന്നുന്നു. ഒന്നും കാണുന്നില്ലല്ലോ. ഏറ്റവും വലിയ ഇതെന്താ വെച്ച് കഴിഞ്ഞാല് മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് ഇത് വരുന്നില്ല, ആനപ്പള്ളം എന്നുള്ളത്. സൂക്ഷിച്ചു പോണേ. ശരിക്കും രണ്ടാൾ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഭാഗത്തേക്ക് കൂടെ ശ്രദ്ധ വേണം. ഒന്ന് റോഡ് ശ്രദ്ധിക്കണം, വണ്ടി ഓടിക്കുന്ന ആള്. പുറകെ ഇരിക്കുന്ന ആള് വേറെ വല്ല ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. എങ്കിൽ ഇവിടെ ധൈര്യത്തിൽ പോകാം. ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും അങ്ങ് ഒപ്പിച്ചെത്തുക എന്നുള്ളതേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, ഇതുവരെ പ്രശ്നമൊന്നുമില്ല, സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ ഉച്ച സമയമാണ്, ഏകദേശം വൈകുന്നേര സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് റിട്ടേൺ കയറി വരാൻ പറഞ്ഞവര്. കാരണം പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അയ്യോ, ഈ വളവൊക്കെ എങ്ങനെയാ തിരിക്കുക? ഞാൻ കാല കൂത്തിട്ടാ തിരിക്കുന്നത്. ഒന്നാമത് പേടിച്ചിട്ടാണ്. ഈ സൈഡ് കുഴപ്പമില്ല, എനിക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ കുറച്ച് ഒരു ബാലൻസ് കിട്ടില്ല. ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് തിരിക്കാൻ പറ്റും. പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, രണ്ട് സൈഡും ഒരേപോലെ. നല്ല എക്സ്പോർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പറ്റും. കയറണമല്ലോ തിരിച്ച്, അതൊരു പണിയായിരിക്കും. രണ്ട് ബ്രേക്കും പിടിച്ചിട്ടുണ്ട് ഞാൻ, രണ്ട് ബ്രേക്കും. ഈ റൈറ്റ് സൈഡിൽ തിരിക്കലാണ് പണി. ഈ ബെൻഡും സ്ലോപ്പും കൂടെ ഒരുമിച്ച് വരുന്നുണ്ടാകും കുഴപ്പം. ഓക്കെ, ആനപ്പിണ്ടൊന്നും കാണുന്നില്ല. ആന എങ്ങനെ ഉണ്ടെങ്കിൽ ആനപ്പിണ്ടം ഉണ്ടാവുമല്ലോ എന്തായാലും. ഈ സമയത്തൊന്നും ഉണ്ടാവില്ല ആന, ഈ സമയത്ത് അങ്ങനെ നിൽക്കാനും സാധ്യത കുറവാണ്. എന്നാലും ഇവിടേക്ക് കോൺക്രീറ്റിന്റെ റോഡ് ഇട്ടില്ല, നോക്കിയാണോ? അതൊരു സംഭവം തന്നെ കേട്ടോ. ഇത്രയും നാരോ ആയിട്ടുള്ള ടേണിങ് ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇതിലൂടെ ബസ് വിടും, ചെറിയ ബസ്, ഗവൺമെന്റ് സർവീസ് എന്തായാലും ഈ വഴിക്കൊക്കെ വരും. ഇവിടെ നിന്ന് കുറച്ച് ഇരുട്ടുള്ള കാട് സ്ഥലമാണ്, നമുക്ക് കുറച്ച് ഭയം, കൊഞ്ചം ഭയം. ഇവിടെ കാണപ്പെണ്ടുണ്ട് കേട്ടോ, ഒന്നുമില്ലായിരിക്കട്ടെ. അങ്ങോട്ട് പോയി തിരിച്ച് കയറി വരാൻ കിട്ടി കഴിഞ്ഞാൽ കഴിച്ചില്ലായി, പിന്നെ വഴിക്ക് വരേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് കാടാ, എന്തൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ആനിമൽസ് ഡു നോട്ട്. അയ്യോ, കഷ്ടം തന്നെ. ഒരു പിക്കപ്പ് വാൻ മാത്രമേ ഉള്ളൂ അത്ര പോവാം. അങ്ങനെ പറയുന്ന കേട്ടു, ഒരു പിക്കപ്പ് വാൻ മാത്രമാണ് അത്ര ഇവിടുത്തെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും ഇതൊക്കെ. പിന്നെ ഇവർ നടന്നും പോരും അത്ര ഇവിടുന്ന്. ഈ ആനപ്പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ മുമ്പ് കണ്ട എസ്റ്റേറ്റ് ഉണ്ടല്ലോ, പില്ലൂർ മട്ടം എസ്റ്റേറ്റ്, ആ എസ്റ്റേറ്റിലേക്ക് നടന്നു വരും. അതവർ സ്കൂട്ടിയൊക്കെ ഉണ്ടല്ലോ, ആൾക്കാരുണ്ടാകും അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട്. അതായത് സ്കൂട്ടി നിൽക്കുന്നവിടെ അവിടെ ഒരു വഴി വെട്ടുണ്ട്. അവിടെ വർക്ക് എന്താ നോക്കുന്നുണ്ട്, താഴെ ഒരു JCB നിൽക്കുന്നുണ്ട്. വേറെ വഴി വെട്ടാണോ?
ഏതിലൂടെ വഴി വെട്ടി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇറക്കം തന്നെ ആയിരിക്കും. കാരണം മരന്റെ മുകളിൽ താഴേക്ക് ഇറങ്ങണ്ടേ. ഇവിടുന്ന് കാണാം കേട്ടോ. ആനപ്പള്ളത്ത് നിൽക്കേണ്ടി വരും തോന്നുന്നുണ്ട്. എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇറക്കം മനസ്സിലാവുണ്ടാവില്ല. കാരണം മറ്റുള്ള വീഡിയോ കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ വന്ന് നോക്കണം. 1.5 കേട്ടോ, 1.5. വല്ലാത്ത റോട്ട് തന്നെ കേട്ടത്. ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണിത്. ഇത്രയും ദൂരം ഞാൻ തിരിച്ചു കയറണ്ടേ, അതാണ് എനിക്ക് ആലോചിക്കാൻ വയ്യാത്ത. സിംഗിളായതുകൊണ്ട് കയറായിരിക്കും അല്ലേ, ഡബിളാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോഴാണ് കുറച്ച് ചെറിയൊരു നിരപ്പ് വന്നു. വെള്ളമൊക്കെ ചാടുണ്ടല്ലോ. നേരെ ആനപ്പിണ്ടം. ഇവിടെ വെള്ളം കൊടുത്തേ അധികം നിൽക്കണ്ട. ഇവിടെ ഉണ്ടോ ഫുള്ള് ആനപ്പിണ്ട. വെള്ളം കുടിക്കാൻ സാധനം കയറി വരുന്നാ പറഞ്ഞ ചേച്ചിമാര്. ജാതി ഇറക്കം കയറ്റുള്ള സ്ഥലത്തുനിന്ന് കുരങ്ങൻ. കാർ കൊണ്ടൊന്നും ആരും ഇതിലൂടെ വരാൻ നിൽക്കരുതേ. വരാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ച് റിസ്ക് ആയിരിക്കും. ഈ ടേണിങ്ങും കയറ്റും ഇറക്കമൊക്കെ ആകുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഇത്. ക്ലച്ചൊക്കെ താങ്ങി വേണ്ട വരാൻ. ബ്രേക്ക് താങ്ങി എൻജിൻ ബ്രേക്കിലൊക്കെ ഇറക്കി കൊണ്ടുവരണം അങ്ങോട്ട്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറ്റും, അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപകടം സംഭവിക്കാൻ പാടില്ല. അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പണിയാവും. കാരണം മൊത്തം കൊക്കയാണ്. क्या खूबसूरत है भाई. അയ്യോ, ഒരു വളവ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത വളവ്. ഇതൊരു 1.5 റൈഡ് തന്നെ കേട്ടോ അതിലൂടെയുള്ള യാത്ര. ഇറ്റ് ഈസ് വെരി വെരി നൈസ്. എന്താ വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട് ഇവിടെ. ചെറിയൊരു ഫോൾസ്, വാട്ടർഫോൾസ്. വെള്ളമുള്ളടത്ത് നിൽക്കണ്ടെന്നാ പറഞ്ഞ എൻ്റെ അടുത്ത്. അവിടുന്ന് മേലെന്ന് ചേച്ചിമാര് വെള്ളമുള്ള സ്ഥലത്ത് പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി സാധനങ്ങൾ കയറി വരും, അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ 4 മണി ആകുമ്പോഴത്തേക്ക് തിരിച്ച് കയറിക്കോണം. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അപകടം ആണ് ഇവിടെ എന്ന് പറഞ്ഞു. ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു, 2-2:30 ആയിട്ടുണ്ടാവും. ഞാൻ അവിടെ പോയിട്ട് വില്ലേജ് കണ്ട് തിരിച്ച് കയറണം അങ്ങോട്ട്. ഇവിടെ മൊത്തം ആനപ്പുണ്ടോ? ഇതൊക്കെ രാത്രിക്കത്തെ ആയിരിക്കും ഇന്നലത്തെ. സാധനം രാത്രിയൊക്കെ ഇവിടെ കറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കാണാം. ഇത് കുറച്ച് റിസ്ക് തന്നെയാണ്.
എനിക്ക് ഇത്ര നേരം വലിയൊരു ഭയം ഫീൽ ചെയ്തില്ല, ഇപ്പൊ ചെറിയൊരു പേടി ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു അല്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ ചെറിയൊരു പേടിയുണ്ട്. ആ സമാധാനം, ഓടൊക്കെ കണ്ട് കഴിച്ചിലായി. വീടുകളല്ലേ. ആ യെസ്, ഒപ്പ സമാധാനായി. എന്താ അവിടെ കിടക്കുന്നത്? അതായത് ഊര് ഇതാണ് പല്ലമാ. ஓகே ஓகே, இதான் ஊரா? இல்லை கீழே போ, இன்னும் கீழே போகணுமா? சரி சரி சரி. நீங்கள் இது ஊரா? அந்த சைடா? இப்படி படுத்து தூங்குறீங்களா? யானை வராதா? யானை வருமா? ஐயோ சரி, போயிட்டு. உங்கள் பேர்? நெஞ்சப்பன். நெஞ்சப்பன், ஓகே ஓகே. சரி, ரொம்ப தூரம், கொஞ்சம் தூரம் தானே? ഓക്കെ ശരിങ്ങ. അപ്പോൾ നമ്മൾ ആനപ്പള്ളം എന്ന് പറഞ്ഞ സ്ഥലം തുടങ്ങിയിട്ടോ. നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്, കാരണം നമുക്കിത് ഒരു എപ്പിസോഡിൽ തീർക്കാൻ കഴിയണതല്ല. അതുകൊണ്ട് ഞാനിവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാം. അത് മാത്രമല്ല തിരിച്ചും കയറണം എനിക്ക്, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഉൾപ്പെടുത്തണം. ഓക്കെ ഓക്കെ, ബൈ ബൈ.